ഫലസ്തീനിൽ ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യ അതിന്റെ ഏറ്റവും ഭയാനകമായ നിമിഷങ്ങളിലാണ്. ഓരോ നിമിഷവും മുലപ്പാലിന്റെ മണം മാറാത്ത പിഞ്ചു ജീവനുകൾ നെതന്യാഹുവിന്റെ തോക്കിൻ മുനമ്പിൽ പിടഞ്ഞു വീഴുകയാണ്. കുറ്റവിചാരണ നേരിടേണ്ട ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്നലെ ഐക്യരാഷ്ട്രസഭയിലെത്തി. നെതന്യാഹു നടന്ന് കയറിയതും ആദ്യം കൂക്കിവിളിയായിരുന്നു, പിന്നീട് വാക്കൌട്ടായിരുന്നു. 50-ലധികം രാജ്യങ്ങളാണ് അസംബ്ലി ഹാളിൽ നിന്ന് ഇറങ്ങിപ്പോയത്. Please order in the hall. Please order in the hall. Please order in the hall. ഒരു ഭാഗത്ത് ആളുകൾ ഇറങ്ങിപ്പോയി, പക്ഷെ കൂക്കിവിളി മാത്രമായിരുന്നില്ല കേട്ടോ, കയ്യടിയും ഉയർന്നിരുന്നു അതേ വേദിയിൽ. ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന നെതന്യാഹുവിന്റെ കൂടെ നിൽക്കുന്ന രാജ്യങ്ങളുടെ പ്രതിനിധികളാണ് കയ്യടിച്ചത്. On behalf of the Assembly, I wish to thank the Prime Minister of the State of Israel. ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗം കേൾക്കാൻ ഐക്യരാഷ്ട്രസഭയുടെ വേദിയിൽ ചില ആളുകൾ ഇല്ലായിരുന്നു. ആ അസാന്നിധ്യം ശ്രദ്ധിക്കേണ്ടതാണ്. അമേരിക്കയുടെ, ബ്രിട്ടന്റെ അംബാസിഡർമാർ അസംബ്ലി വേദിയിൽ എത്തിയില്ല. ഗാസയിലെ തടവറകളിൽ കഴിയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ബന്ദികളുടെ കുടുംബങ്ങളെ എന്ന് അഭിസംബോധന ചെയ്താണ് നെതന്യാഹു പ്രസംഗം ആരംഭിച്ചത്. പിന്നീട് അങ്ങോട്ട് ആക്രമണമായിരുന്നു. സ്വതന്ത്ര പലസ്തീൻ വാദത്തെ അംഗീകരിച്ച ഫ്രാൻസിനെയും യുകെയും കടന്നാക്രമിച്ചു നെതന്യാഹു. പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കുക എന്നത് ഭ്രാന്താണെന്നായിരുന്നു നെതന്യാഹു പറഞ്ഞത്. Giving the Palestinians a state 1 mile from Jerusalem after October 7th is like giving Al-Qaeda a state 1 mile from New York City after September 11th. This is sheer madness. It's insane, and we won't do it. ഇതാദ്യമായിട്ടല്ല നെതന്യാഹു ഐക്യരാഷ്ട്രസഭയിൽ ഇതേ അപമാനം നേരിടുന്നത്. കഴിഞ്ഞ വർഷവും നെതന്യാഹുവിന്റെ പ്രസംഗത്തിനിടെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. ഇന്നലെ പ്രസംഗത്തിനിടെ അമേരിക്കയെ പുകഴ്ത്താൻ ട്രംപിന് നൊബേൽ നൽകണമെന്ന് പറയാൻ നെതന്യാഹു മറന്നില്ല. President Trump understands better than any other leader that Israel and America face a common threat. He showed the world that when Iran and its proxies murder Americans, take Americans hostage, shout death to America, burn American flags, and try to assassinate the President of the United States, not once, but twice. He showed them there is a price to pay for all that. മറ്റൊരു കാര്യം കൂടിയുണ്ട്. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറന്റ് നിലനിൽക്കുന്നതിനാൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ വ്യോമപാതയൊക്കെ ഒഴിവാക്കി മെഡിറ്ററേനിയൻ സമുദ്രത്തിന് മുകളിലൂടെയാണ് നെതന്യാഹുവിന്റെ വിമാനം പറന്ന് ന്യൂയോർക്കിലെത്തിയത്. അവിടെ നെതന്യാഹു ട്രംപിനെ വാനോളം പുകഴ്ത്തുമ്പോൾ ട്രംപ് വെടിനിർത്തലിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. ഒരു കാരണവശാലും ഫലസ്തീന്റെ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കാൻ സമ്മതിക്കില്ല എന്നായിരുന്നു ട്രംപ് പറഞ്ഞത്. ആര് പറയുന്നതാണ് വിശ്വസിക്കേണ്ടത്? സ്വതന്ത്ര പലസ്തീൻ സ്വപ്നമെന്ന് പറയുന്ന നെതന്യാഹുവിനെയാണോ, വെടിനിർത്തലിനെ കുറിച്ച് സംസാരിക്കുന്ന ട്രംപിനെയാണോ? ആരോട് സംസാരിച്ചിട്ടാണ് ട്രംപ് എല്ലാം ഇപ്പം ശരിയാക്കി തരാമെന്ന് പറയുന്നത്? ഇത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിച്ചത് ഞാനാണെന്ന് പറഞ്ഞ പോലെ തന്നെയാണ് കാര്യങ്ങളെന്ന് തോന്നുന്നു. നിർത്തുന്നതിന് മുൻപ് ഒരു ചിത്രം കൂടി. ദാ കണ്ടോ, നെതന്യാഹു സംസാരിക്കുകയാണ്. കേൾക്കാനോ ഒഴിഞ്ഞ കസേരകളും. വെറുപ്പും വിദ്വേഷവും ഇതുപോലെ ലോകത്ത് ഒറ്റപ്പെടും.